ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഞാനും ഇവിടെ സുഖമായിരിക്കണു. ഇതിനു മുൻപ് ഒരു ദിവസം എൻ്റെ കൂട്ടുകാരായിട്ട് ഞാനൊരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. സ്വന്തം കാര്യം സിന്ദാബാദ് ഞാൻ തമ്പനയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വേറൊന്നുമല്ല, നമ്മളൊരു വീട്ടിൽ മൂത്ത സഹോദരൻ്റെ ഭാര്യയോ അല്ലെങ്കിൽ അമ്മയോ ആരുമായിക്കൊള്ളട്ടെ, അപ്പോൾ ആ ഒരു വ്യക്തി ആ വീട്ടിലെ എല്ലാവരുടെയും കാര്യങ്ങളും വേണ്ടവണ്ണം, അതായത് ഓരോ സമയങ്ങളും ഓരോരുത്തർക്കും വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് വീട്ടിലെ എല്ലാ കാര്യങ്ങളും പണിത് നടക്കുന്നു എന്നല്ലാതെ അവരെ ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനോ ആരുമില്ല. എപ്പോഴും പണിതുകൊണ്ടിരിക്കുന്ന അവരുടെ ഗതി എപ്പോഴും പണി തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് അല്ലേ. അപ്പോൾ കുറേ പേര് എന്നോട് പറഞ്ഞ് കമൻ്റ് ഇട്ടുണ്ടായിരുന്നു, അവനവൻ്റെ കാര്യം നോക്കി ജീവിക്കുകയായിരിക്കും നല്ലതെന്ന്. അവനവൻ്റെ കാര്യം നോക്കി ജീവിക്കുകയാണെങ്കിൽ പോലും അതിന് പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്നവരാണ് അവർ എന്നുള്ളത് കൊണ്ടാണ് അത് ഞാൻ എൻ്റെ കൂട്ടുകാരായിട്ട് പങ്കുവച്ചത് കേട്ടോ. ആരുടെ കാര്യത്തിലും ഇടപെടേണ്ട, ആരും വേണ്ട എന്ന് ചിന്തിച്ചാലും എല്ലാവർക്കും എല്ലാ സമയത്തും അവരവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് ജീവിച്ചു പോകേണ്ട ഒരു അവസ്ഥയാണ് അവർക്കുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ കാരണം ഉണ്ടായത് കേട്ടോ. അപ്പം നമുക്ക് ഒരു വ്യക്തിയുടെയും ഒരു പേഴ്സണൽ കാര്യത്തിലോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ കാര്യങ്ങളിലോ നമുക്ക് ഇടപെടാതെ നമുക്ക് നമ്മുടെ കാര്യം നോക്കി അല്ലെങ്കിൽ എന്തെങ്കിലും അവനവൻ്റെ അമ്പലത്തിൽ പോക്കോ അല്ലെങ്കിൽ അവനവന് സന്തോഷകരമായ കാര്യങ്ങൾക്ക് എവിടേക്കെങ്കിലും യാത്ര പോകാനോ അതിന് പോലും സൗകര്യം കിട്ടാത്ത രീതിയിൽ ജീവിക്കേണ്ടി വരികയാണ് അവർക്ക് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഞാനത് പങ്കുവയ്ക്കാൻ കാരണം ഉണ്ടായത്. അപ്പോൾ ഒരു വീട്ടമ്മ രാവിലെ നമ്മൾ കറക്റ്റ് സമയത്ത് എഴുന്നേറ്റ് വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നോക്കി രാവിലെ എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുൻപ് ടിഫിനും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയതിന് ശേഷം ചോറും കറിയൊക്കെ വെച്ചു. അടുക്കിൽ തുടക്കിൽ ഞാൻ കൂടുതലായിട്ട് വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. അങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ ഉച്ചക്കലത്തെ കാര്യം കഴിഞ്ഞു, അല്ലെങ്കിൽ രാവിലത്തെ ടിഫിൻ കഴിഞ്ഞു, ഉച്ചക്കലത്തെ കാര്യങ്ങൾ കഴിഞ്ഞു, അതിനുശേഷം രാത്രിയിലത്തെ ഭക്ഷണം കഴിഞ്ഞു. ഓരോരുത്തരും അവനവർക്ക് വേണ്ടത് കഴിച്ചു പോയി. ആ പാത്രങ്ങൾ കൊണ്ടുപോയി വെക്കാനായിട്ടുണ്ടാവും, അടുക്കള ക്ലീൻ ആക്കാനായിട്ടുണ്ടാവും, പാത്രങ്ങൾ കഴുകാനായിട്ടുണ്ടായിരിക്കും. ഒരു വീട്ടിലത്തെ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതെല്ലാവരും കൂടി സഹകരിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് വരില്ല. പണികളൊക്കെ എളുപ്പത്തിൽ കഴിയും ചെയ്യും. പക്ഷേ അതെല്ലാവരും ചിന്തിക്കുക വേണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ചിലപ്പോൾ രാത്രി 11 മണി 12 മണിയൊക്കെ ആവും. അപ്പോൾ ഇന്നത്തെ തലമുറയിൽ പെട്ട കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ടൈമിൽ ഇപ്പോൾ നമ്മൾ 8 മണി മുതൽ 8:30യുടെ ഉള്ളിൽ ഭക്ഷണം കഴിക്കണം എന്നുള്ള ചിന്തയൊന്നും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചിട്ടകളൊന്നും അവർ പാലിക്കില്ല. അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ ചിലപ്പോൾ ഒരു രാത്രി 11 മണി ആയിരിക്കാം, 12 മണി ആയിരിക്കാം, 1 മണിക്കും കഴിക്കുന്ന കുട്ടികളെയും നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വിളമ്പി കൊടുക്കാനായിട്ടും അവരുടെ കാര്യങ്ങൾ നോക്കാനായിട്ടും അതിനുശേഷം അവരുടെ പാത്രങ്ങൾ വീണ്ടും നമ്മൾ കൊണ്ടുപോയിട്ട് ഇനി കഴുകിയില്ലെങ്കിൽ പോലും അത് വെള്ളമൊഴിച്ച് നമ്മൾ സിങ്കിൽ വെക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ലേ. അപ്പോൾ മിക്കവാറും പണ്ടുള്ളവർക്ക് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ രാത്രിയിലത്തെ പാത്രങ്ങളൊന്നും നമ്മൾ സിങ്കിലിടില്ല, അതെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് തന്നെ കിടക്കുള്ളൂ. അതുപോലെ അടുക്കളയൊക്കെ നമ്മൾ വൃത്തിയാക്കിയിട്ട് തന്നെ കിടക്കുള്ളൂ അല്ലേ. എന്നാൽ രാവിലെ വന്നിട്ട് നമ്മൾ വീണ്ടും കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു വീട്ടിൽ രാത്രി ഇത്രയും വൈകിട്ട് ആ അമ്മയ്ക്ക് കിടക്കേണ്ടി വന്നാൽ രാവിലെ എല്ലാവരും എന്ത് ചെയ്യും? 8 മണിക്കൂർ ഉറങ്ങണം. ആ 8 മണിക്കൂർ ഉറങ്ങാനായിട്ട് രാത്രി 12 മണിക്ക് കിടന്നു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ 8 മണിയായിട്ട് എഴുന്നേൽക്കുന്നവരുണ്ട്. കാരണം ചിട്ടയായ അവരുടെ ചിട്ട അത് പാലിച്ചേ ഇരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഈ അമ്മയ്ക്ക് അതൊന്നും ബാധകമല്ല. അമ്മ രാത്രി 12 മണിക്ക് കിടന്നാലും രാവിലെ സാധാരണ എഴുന്നേൽക്കുന്ന പോലെ നേരത്തെ എഴുന്നേൽക്കണം. ഇനി ഒരു ദിവസം ഒന്ന് ഒത്തിരി വൈകി എഴുന്നേൽക്കാമെന്ന് വിചാരിച്ചാൽ ഒന്നെങ്കിൽ ആ അമ്മയുടെ അമ്മയോ അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയോ അല്ലെങ്കിൽ അച്ഛനോ ആരുടെയെങ്കിലും അച്ഛനോ അമ്മയോ ആരെങ്കിലും പ്രായമായവർ ആ വീട്ടിലുണ്ടായിരിക്കും. അങ്ങനെ പ്രായമായവരുണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രായമായവർക്ക് സമയത്ത് അവർക്ക് ചിട്ടകളുണ്ട് അല്ലേ. അതനുസരിച്ചിട്ട് ആ ചിട്ടകളനുസരിച്ച് നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. ഒന്നുമില്ല, ഇന്നത്തെ കാലഘട്ടത്തിൽ ഷുഗറും അതുപോലെ തന്നെ പലവിധ അസുഖങ്ങളും ജീവിതശൈലി രോഗങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും അസുഖങ്ങളായിട്ട് ഇരിക്കുന്നവരായിരിക്കാം. അപ്പോൾ അവർക്ക് നേരത്ത് മെഡിസിനൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഭക്ഷണം നേരത്തെ കൊടുക്കണം അല്ലേ. ഇപ്പോൾ ഷുഗറൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ രാവിലെ ഒരു ചായ കൊടുത്തു, 2 ബിസ്ക്കറ്റ് കൊടുത്തു, അതിനുശേഷം 8:30 കൂടിയിട്ട് നമുക്ക് ടിഫിൻ കൊടുക്കേണ്ടതാണ്. അപ്പോൾ ആ ടിഫിനും കൊടുക്കുന്നു. അപ്പോൾ ആ അമ്മയ്ക്ക് എവിടെ ഒഴിവ്? അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ ഓരോന്നായി നോക്കി പോവുകയാണ്. അല്ലാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ടത് കൊണ്ടല്ല അവർക്ക് ബുദ്ധിമുട്ട് വരുന്നത്, മറ്റുള്ളവരെ ചിന്തിച്ചുകൊണ്ട് അവർ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് കേട്ടോ. പലരും കണ്ടിട്ടുണ്ട് അവരവരുടെ കാര്യങ്ങൾ നോക്കിയിട്ട് അവരുടെ രാവിലെ ഇപ്പോൾ അവർ 8 മണിക്ക് എഴുന്നേറ്റ് വന്നു, ബ്രഷ് ചെയ്തു, പ്രാഥമിക കാര്യങ്ങൾ ചെയ്തു, എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കിയിട്ട് അമ്മ അത് എടുത്ത് കഴിച്ചു, അല്ലെങ്കിൽ ആ വീട്ടിലെ മൂത്ത സഹോദരി ആരാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് ഉണ്ടാക്കിയത് കഴിച്ചു, അതിന്
ശേഷം അവർ പോയിട്ട് റെസ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ അവർ സ്ത്രീകളാണെങ്കിൽ എണ്ണ തേക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രീമുകൾ പാക്കുകൾ ഇതൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ഉപയോഗിക്കും. അതുപോലെ കൈകാലുകളുടെ പരിപാലനം ഇതെല്ലാം നോക്കി അതിനുശേഷം അവർ കുളിക്കാനായിട്ട് പോകും. കുളിച്ച് അവർക്കൊക്കെ കുളിക്കാൻ ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ എടുക്കും കേട്ടോ. അപ്പോൾ ബാത്റൂം പോകണമെങ്കിൽ പോലും ചിലപ്പോൾ അരമണിക്കൂറൊക്കെ എടുക്കുന്ന ആൾക്കാരുകളുണ്ട് കേട്ടോ. അതിനുശേഷം കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പോൾ അപ്പോഴും ഈ അമ്മയ്ക്ക് റെസ്റ്റ് ഉണ്ടോ? അല്ലെങ്കിൽ ആരാണ് ഈ കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കുന്ന ആ വ്യക്തിക്ക് റെസ്റ്റ് ഇല്ല. കാരണം അവർക്ക് എല്ലാവർക്കും ഭക്ഷണം കൊടുത്ത് വരുമ്പോഴത്തേനും ഇവർക്ക് കഴിക്കേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ടാവും, വിശപ്പ് പോയിട്ടുണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ഇത്തിരി വെള്ളമോ അല്ലെങ്കിൽ കുറച്ച് ചായയോ എടുത്ത് കുടിച്ച് വിശപ്പടക്കുന്നവരുണ്ട് കേട്ടോ. ഭക്ഷണം ഇല്ലാതെയല്ല, അപ്പോൾ അങ്ങനെ അടക്കുന്നവരുണ്ട്. അത് കഴിഞ്ഞ് പ്രായമായവരുണ്ടെങ്കിൽ അവർക്കുള്ള എണ്ണ കുഴമ്പ് കൊടുക്കൽ, വെള്ളം ചൂടാക്കി കൊടുക്കൽ, അവർക്ക് മെഡിസിൻ എടുത്ത് കൊടുക്കൽ, അതുപോലെ തന്നെ അവർക്ക് ചൂടോട് കൂടിയിട്ട് ചിലപ്പോൾ ഭക്ഷണം വേണമെന്നുള്ളവരായിരിക്കും. അതനുസരിച്ച് പെരുമാറി ചെയ്ത് കൊടുക്കുന്നവർ കേട്ടോ. അങ്ങനെ ചെയ്ത് കൊടുക്കുന്നവരുടെ കാര്യം ഞാൻ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഉച്ചയായി. ഉച്ചയ്ക്കലത്തെ ഭക്ഷണം അവർക്കൊക്കെ കൊടുത്തു. അതിനുശേഷം അവരുടെയൊക്കെ ഭക്ഷണങ്ങളൊക്കെ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകാനായി വെച്ചു. അടുക്കളയൊക്കെ നമ്മൾ ഒതുക്കി വൃത്തിയാക്കി വന്നു. അവരുടെ ഇടയിൽ നമ്മളെ കുളിയും കാര്യങ്ങളും. അപ്പോൾ കുളിക്കാനുള്ള നേരം അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ബാത്റൂം പോകാനുള്ള നേരം കൂടി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഓടിപ്പോയിട്ട് നമ്മളൊരു 5 മിനിറ്റ് കൊണ്ട് കുളി കഴിച്ചിട്ട് ഓടി വരും. അപ്പോൾ നമ്മുടെ ശരീരം നമ്മൾ ശ്രദ്ധിക്കണില്ല. അതായത് മുടി ആയിക്കോട്ടെ നമ്മുടെ ശരീരം ആയിക്കോട്ടെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ കാലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ പാടത്ത് പണിയുന്ന ആൾക്കാരുടെ കാലൊക്കെ ഇതിനെയൊക്കെ നന്നായിട്ട് ഇരിക്കുന്നുണ്ടാവും. അതുപോലെ ആയിരിക്കും നമ്മുടെ കാലിൻ്റെയൊക്കെ അവസ്ഥ കേട്ടോ. അപ്പോൾ അങ്ങനെ, കാരണം നമ്മളതിനായിട്ട് സമയം കണ്ടെത്തണില്ല എന്നല്ല, നമുക്ക് കണ്ടെത്താൻ സമയമില്ല, അതാണ് കാര്യം. അപ്പോൾ നമ്മൾ ക്ലോക്കിൽ സമയം വെച്ചിട്ടായിരിക്കാം ചിലപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിന് നമ്മൾ ക്ലോക്കിൽ സമയം വെച്ചിട്ടായിരിക്കാം നമ്മൾ സൂചിപ്പിക്കുന്നുണ്ടാവുക. കാരണം ഓരോന്നും ഇങ്ങനെ കറങ്ങി കറങ്ങി വരികയാണ് അല്ലേ. അങ്ങനെ കറങ്ങി വരുന്നതനുസരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്ത് തീർക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞു 4 മണിക്ക് ചായക്ക് ചിലപ്പോൾ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കണം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട് കേട്ടോ. ഇല്ലാത്തവരും ഉണ്ടായിരിക്കാം, ചായ നിർബന്ധമില്ലാത്തവരും ഉണ്ടായിരിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ചായയും കാര്യങ്ങളും കഴിഞ്ഞു. പിന്നെ രാത്രിയിലേക്ക് ഇപ്പോൾ ആരും ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രിയിലേക്ക് ചോറ് വേണ്ടായിരിക്കും അല്ലേ. അപ്പോൾ രാത്രി എല്ലാവർക്കും പലഹാരം. അപ്പോൾ അതെന്താണെന്നുള്ളത് ഈ അമ്മ അല്ലെങ്കിൽ ഈ അടുക്കളയിൽ പണിയെടുക്കുന്ന വ്യക്തി എന്താണെന്നുള്ളത് ചിന്തിച്ചിട്ട് അതുണ്ടാക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ആ പലഹാരത്തിന് അതിൻ്റേതായ കറികളും കാര്യങ്ങളും ഉണ്ടാക്കി പിന്നെ നമ്മൾ സന്ധ്യയ്ക്ക് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുണ്ടാക്കി കഴിഞ്ഞ് രാത്രിയായി. പിന്നെ ആ പാത്രങ്ങൾ കൊണ്ടുപോയി വെച്ചു, നമ്മൾ ഒതുക്കി. അതുപോലെ അടുക്കള വൃത്തിയാക്കി ഡൈനിങ് ടേബിളൊക്കെ വൃത്തിയാക്കി വരുമ്പോഴത്തേനും സമയമായി. പിന്നെ എവിടെയാണ് നേരം? ആരുടെ കാര്യം അന്വേഷിക്കാനാണ് നേരം? ഒന്നിനും നേരമില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ ചിലപ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീടാണെന്നുണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട അല്ലേ. അപ്പോൾ ഒരു കുട്ടിയുടെ കാര്യം കഴിഞ്ഞ് വരുമ്പോഴത്തേന് അടുത്ത കുട്ടിയുടെ കാര്യം ഉണ്ടാവും. അപ്പോൾ ഇതൊന്നും മൈൻഡ് ചെയ്യാണ്ട് ഒരു കാര്യത്തിലും ഇടപെടാണ്ട് ജീവിക്കുന്നവരുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷേ അങ്ങനെ ചിന്തിച്ച് അല്ലെങ്കിൽ അങ്ങനെ മനസ്സുറപ്പായിട്ട് പെരുമാറാൻ പറ്റാത്ത വ്യക്തികളും ഉണ്ടായിരിക്കാം. അതുകൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം ഉണ്ടായത് കേട്ടോ. ചിലവരുണ്ട് അവിടെ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഒന്നെങ്കിൽ റൂമിൽ കയറി വാതിലടയ്ക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കാത്ത രീതിയിൽ ഇരിക്കുന്നവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എല്ലാവരുടെയും നടുവിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. പക്ഷേ ഈ ഒരു കാര്യങ്ങളിലൊന്നും അവർക്ക് യാതൊരു ശ്രദ്ധ ഉണ്ടാവില്ല. അങ്ങനെ ചിന്തിക്കുന്നവരും ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് കണ്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ഇത് നിങ്ങളുടെ അടുത്ത് പങ്കുവെച്ചത്. അല്ലാതെ ഈ അടുക്കളപ്പണികൾ ചെയ്യുക അല്ലെങ്കിൽ വീട്ടിലത്തെ മറ്റുള്ള എല്ലാവരുടെ കാര്യങ്ങളും ശ്രദ്ധിക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്ക് ജീവിതാവസാനം വരെയും അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. അവർക്ക് അതിനൊരു മാറ്റം ഉണ്ടാവില്ല എന്ന് അവർക്ക് അവരുടേതായിട്ടൊരു കാര്യങ്ങളോ സന്തോഷങ്ങളോ ഉണ്ടാവില്ല. ഇപ്പോൾ മറ്റുള്ളവർ പറയും ഞങ്ങൾ മനുഷ്യന്മാർ തന്നെയാണ്, ഞങ്ങൾ ഉണ്ടാക്കും, ഞങ്ങൾ ഭക്ഷിക്കും, ഞങ്ങൾ കഴിക്കും, ഞങ്ങൾ കഴിക്കാണ്ട് ജീവിക്കില്ല, അങ്ങനെയൊക്കെ പറയും. അതൊക്കെ പറയും. പക്ഷേ എല്ലാം കണ്ടറിഞ്ഞ് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ ഒരു കഴിവ്, ആ കഴിവ് തന്നെ വേണം കേട്ടോ. അല്ല അങ്ങനെ കണ്ടറിഞ്ഞ് ചെയ്യാൻ കഴിവില്ല എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഒന്നിലേക്കും ശ്രദ്ധിക്കണില്ല വെച്ചാൽ അങ്ങനെ നമ്മുടെ വീട്ടിലൊരു പ്രായമുള്ളൊരു വ്യക്തി ഉണ്ടെന്ന് വിചാരിക്കും. ആ പ്രായമുള്ള വ്യക്തിക്ക് നേരത്തെ ഭക്ഷണം കൊടുക്കാൻ നമുക്ക് എന്താ വെച്ചാൽ അവിടെ ഇരുന്നോട്ടെ, എനിക്ക് വയ്യ, ഞാനിപ്പോൾ അങ്ങനെ മല്ലേ നീക്കുള്ളൂ, അല്ലെങ്കിൽ വേണമെങ്കിൽ മതിയെന്ന് ചിന്തിക്കാൻ പറ്റുന്നവരുണ്ടായിരിക്കാം. എനിക്കങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതുപോലെ മറ്റുള്ളവരും അങ്ങനെ ഉണ്ടായിരിക്കും തന്നെയാണ് ഞാനും ചിന്തിക്കുന്നത്. ആരും ആരോടും ഒന്നും പറഞ്ഞിട്ടല്ല, പക്ഷെ കണ്ടറിഞ്ഞ് ചെയ്ത് കൊടുക്കാനുള്ളൊരു കഴിവ്, മറ്റുള്ളവരുടെ മനസ്സ്, അതായത് മറ്റുള്ളവരുടെ ഭക്ഷണ രീതി അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ട കാര്യങ്ങൾ അറിഞ്ഞ് ചെയ്ത് കൊടുക്കാൻ കഴിവുള്ളവരും ചുരുക്കം ചിലരെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ചുരുക്കം ചിലരെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കഴിവിനെ മുന്നേ പറഞ്ഞ പോലെ തന്നെ അത് അവരെ അഭിനന്ദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ അവർക്കും ഇതെല്ലാം വിട്ടെറിഞ്ഞ് അവർക്ക് പോവാം അല്ലെങ്കിൽ അവർക്ക് നോക്കാം. പക്ഷേ ചില കെട്ടുകൾ നമ്മളതിനെ അവിടെ ബന്ധിപ്പിക്കുന്നത് കൊണ്ടായിരിക്കാം
അപ്പോൾ അങ്ങനെ ഇട്ടെറിഞ്ഞ് പോകാൻ പറ്റാത്തത്. അപ്പോൾ അത് നമ്മളിപ്പോൾ വീട്ടിൽ പ്രായമുള്ളവരോ അല്ലെങ്കിൽ കുട്ടികളോ അങ്ങനെയൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ തന്നെ മക്കളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചില കാര്യങ്ങളെ കൊണ്ട് നമുക്ക് എന്നിട്ട് പോയാൽ അല്ലെങ്കിൽ എന്താ ഏതാന്ന് ചിന്തിക്കുന്നത് കൊണ്ടായിരിക്കാം. പിന്നെ പ്രായമുള്ളവരാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും സമയത്ത് ഭക്ഷണം കിട്ടണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ഇന്നത്തെ യുഗത്തിലുള്ളവർക്കും അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെയാ വെച്ചാൽ രാവിലത്തെ ഭക്ഷണം ഉച്ചയ്ക്കായിരിക്കാം, ഉച്ചയ്ക്കലത്തെ ഭക്ഷണം 4 മണിക്കായിരിക്കാം, രാത്രിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 12 മണിക്കായിരിക്കാം. പക്ഷെ അതുപോലെ എൻ്റെയൊക്കെ പ്രായമുള്ളവരാണെങ്കിൽ അതുവരെ ഉള്ളത് നമ്മളും പിന്നെയും കുഴപ്പമില്ല, എങ്ങനെയും ഏത് നേരത്തേലും കിട്ടിയ ഇത്തിരി വെള്ളം കുടിച്ചിട്ടെങ്കിലും നിൽക്കും. പക്ഷെ എൻ്റെയൊക്കെ തലമുറയുടെ മുന്നത്തെ തലമുറ, അതായത് നമ്മുടെയൊക്കെ അമ്മമാരും അച്ഛന്മാരുടെ ആ ഒരു കാലഘട്ടത്തിലുള്ളവർക്ക് നേരത്തെ കിട്ടുക വേണം അല്ലേ. അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ തന്നെ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ മനസ്സാണത്, ആ മനസ്സിൽ നമുക്ക് ചെയ്തു കൊടുക്കണം, അല്ലെങ്കിൽ അവർക്കത് കിട്ടേണ്ടതാണ് നമ്മുടെ മനസ്സിൽ തോന്നലുള്ളതുകൊണ്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അങ്ങനെ ചിന്തിക്കാത്തവർ ഒരിക്കലും ചെയ്യില്ല, അങ്ങനെ ചിന്തിക്കാത്തവർക്ക് അത് പ്രശ്നമില്ല കേട്ടോ. പക്ഷെ അവരാണ് ഇന്നത്തെ കാലത്ത് അത് ജീവിക്കാൻ പഠിച്ചവരും ജീവിക്കാൻ ശ്രമിക്കുന്നവരും കേട്ടോ. അല്ലാത്തവർ ശരിക്കും പറഞ്ഞാൽ കുണ്ടിൽ കിടക്കുന്ന അല്ലെങ്കിൽ കിണറ്റിൽ കിടക്കുന്ന തവളയെ പോലെ തന്നെ ഉണ്ടാവുള്ളൂ ജീവിതം എപ്പോഴും. അതന്നെ, അതിനൊരു മാറ്റം ഉണ്ടാവില്ല. ആ കിണറ്റിൽ നിന്ന് കയറലും ഉണ്ടാവില്ല കേട്ടോ. അവരുടെ ജീവിതം അങ്ങനെ അവസാനിക്കുന്നേ ഉണ്ടാവുള്ളൂ. ചിലരുണ്ട് വാക്കുകളെ കൊണ്ട് അതീവ സ്നേഹമായിട്ട് പെരുമാറുന്നവരുണ്ട് അല്ലേ. അതിപ്പോൾ സ്വന്തം അമ്മയോടോ അച്ഛനോടോ അല്ലെങ്കിൽ സഹോദരങ്ങളോടോ സ്വന്തം ഭർത്താവിനോടോ ആരോടാണെങ്കിലും വാക്കുകളെ കൊണ്ട് പറയുമ്പോൾ ആ സ്നേഹം എങ്ങനെയാണെന്ന് നിർവചിക്കാൻ പറ്റാത്ത രീതിയിലാണ് പറയുക. പക്ഷേ ഈ വാക്കുകളോടുള്ള സ്നേഹം കൊണ്ടല്ലാതെ കാര്യങ്ങൾ ചെയ്ത് കൊടുത്തിട്ട് ഈ സ്നേഹം കാണിക്കുന്നത് കാണില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളൊക്കെ ഉള്ളവരുടെ കാര്യം ഞാൻ പറയണത്. വീട്ടിലൊരു പലഹാരം ഉണ്ടാക്കുമ്പോൾ ഒരാളത് കഴിക്കില്ല, മറ്റേ ആളത് കഴിക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കും. അങ്ങനെ ശ്രമിക്കാത്തവരും ഉണ്ട്. അപ്പം ഞാനങ്ങനെ ശ്രമിക്കാറുണ്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. അതുപോലെ മറ്റുള്ളവരും ഉണ്ടായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാനങ്ങനെ ഒരു വീഡിയോ പങ്കുവെച്ചത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടേണ്ട അല്ലെങ്കിൽ അങ്ങനെയാന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് വന്നു എന്ന് മാത്രം. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സീ യു.